സംഭവത്തിൽ നടക്കുന്നത് സർക്കാർ സ്പോൺസേഡ് വർഗീയ വിഭജനമാണെന്നും ആ ജനതയ്ക്ക് നീതി ലഭിക്കാൻ മുസ്ലിം ലീഗ് സഭയ്ക്കകത്തും പുറത്തും ആവശ്യമായത് ചെയ്യുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കൂടെ നിർത്തിയിട്ടാണ് ഈ ഗവൺമെന്റിന്റെ ഒരു അപ്രോച്ച് തന്നെ. അതാണ് ഞാനിപ്പോ അവരെ കുറ്റപ്പെടുത്തില്ല. ഈ ഗവൺമെന്റിനുള്ള ബന്ധം അങ്ങനെ നമ്മുടെ ജില്ലകളിലൊക്കെ ഉള്ള ചെറിയ പ്രമുഖന്മാരായിട്ടൊന്നും അല്ല. വലിയ വലിയ ആളുകൾ തന്നെ വേറെ ഉണ്ട്. അവരുടെ യോഗം കൂടുതൽ നമ്മൾ അറിയില്ല. ഓരോരുത്തരായിട്ട് കൂടുന്ന യോഗങ്ങളാണ്. ഈ ഗവൺമെന്റിന്റെ സമീപനം സാധാരണക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമീപനമല്ല. മെഡിസിനെ പറ്റി ഇവിടെ പറഞ്ഞു. മെഡിസിൻ ഇപ്പൊ എന്റെ വീട്ടുകാരിയുടെ ഇടുന്ന മെഡിസിൻ ഇപ്പൊ എല്ലാ മാസവും 500 രൂപ വാങ്ങുന്നുണ്ട്. അവൾക്ക് റീഎംബേഴ്സ്മെന്റ് ഉണ്ട്. ഞാൻ MLA ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ആ മെഡിസിൻ നോട്ടൊക്കെയാണ് യൂസ്ഫുൾ. പക്ഷെ ഞങ്ങൾ എന്നാലും 500 രൂപ വാങ്ങട്ടെ, നിങ്ങൾക്ക് തരാനാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങൾ കിട്ടിയില്ല. ന്യൂനപക്ഷങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരെ BJP ഹിംസാത്മകമായ നിലപാട് പുറത്തെത്തുകൊണ്ടിരിക്കുകയാണ്. ആശ്വാസമായി പോയ മുസ്ലിം ലീഗ് MPമാരെ തടഞ്ഞുവെച്ച് ഏകാധിപത്യ സ്വഭാവത്തിലാണ് അവിടുത്തെ സർക്കാർ പ്രവർത്തിക്കുന്നത്. പാർട്ടി യോഗം ചേർന്ന് സംഭാലിലെ ഇരകൾക്ക് നിയമസഹായം നൽകുന്നതും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കാണുന്നടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഇത്തരം അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ സുപ്രീം കോടതി ഇടപെടണമെന്നാണ് തങ്ങളുടെ ആവശ്യമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ന്യൂനപക്ഷ പിന്നോക്ക രാജ്യത്തെ ബലഹീനരായ ജനവിഭാഗങ്ങൾക്കെല്ലാം വലിയ ഭീതിയിലും ആശങ്കയിലുമാണ്. എന്നാൽ കേന്ദ്ര BJP സർക്കാരുകൾക്ക് അതൊന്നും വിഷയമല്ല. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് രാജ്യത്തിന്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കാൻ പ്രതിജ്ഞ പുതുക്കേണ്ട സമയമാണിത്. കലാപം അഴിച്ചുവിടാനുള്ള ഗൂഢശ്രമമാണ് രാജ്യത്തെങ്ങും നടക്കുന്നത്. ആരാധനാലയം കഴിഞ്ഞാൽ മറ്റൊന്ന് എന്ന തരത്തിൽ ആരാധനാലയങ്ങൾ കുഴിച്ചു നോക്കുന്ന പദ്ധതി നല്ലതിനല്ല. അത്തരം രാഷ്ട്രീയത്തിന് തിരിച്ചടി ഉണ്ടാകും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യയിൽ BJP പരാജയപ്പെട്ട ഉദാഹരണമാണ്. മുണ്ടക്കൈ ദുരന്തത്തിലെ ഇരകളുടെ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ അലംഭാവം തുടരുമ്പോൾ പ്രക്ഷോഭ സമരങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്ന് കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. Dubai Golden Diamonds, Pride of Generations, India, Oman, Bahrain.